ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റൻറ്റ് 5 മിനിറ്റ്സ് ചിക്കൻ സ്റ്റൂ ആയിട്ടാണ് ഇന്ന് ബാവ്യൂസ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നോക്കൂ, കാണുമ്പോൾ മനസ്സിലാവും എന്തു യമ്മിയാന്ന്. യമ്മി ടേസ്റ്റി ചിക്കൻ സ്റ്റൂ. വിത്തിൻ 5 മിനിറ്റ്സ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. 250 ഗ്രാം ചിക്കൻ പീസസ് എടുക്കുക. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ചിക്കൻ പീസസിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുക. ആവശ്യത്തിന് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ വെക്കുക. അപ്പം അങ്ങനെ വെക്കുമ്പോൾ ഇത് നന്നായിട്ട് ചിക്കൻ പീസസിലേക്ക് പിടിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഒരു 5 to 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ചിക്കൻ പീസസ് നമ്മളൊരു പ്രഷർ കുക്കർ എടുക്കുക, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഒരു 2 സവോള ചോപ്പ് ചെയ്തത്, ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ചെറിയ സവോള മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യാനുസരണം ആണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇനി അടുത്തതെന്ന് വെച്ചാൽ കുറച്ച് ബദാമും കാഷ്യൂവും എടുക്കുക. അത് ഗ്രൈൻഡർ യൂസ് ചെയ്ത് പേസ്റ്റ് ഫോമിലാക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു പഞ്ച് തരുന്ന ഒരു സീക്രട്ട്. ഓക്കെ, അതായത് ബദാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂ മാത്രമായിട്ടും എടുക്കാം കേട്ടോ. ഇപ്പം ബദാം കിട്ടിയില്ലെങ്കിൽ, അപ്പം ഇതിപ്പം കാഷ്യൂവും ബദാമും കൂടിയാണ്. നോക്കൂ, നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമ്മൾ ആ കറിയിലേക്ക്, ആ സ്റ്റൂവിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടോ, നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് അത് തന്നെ ഒന്ന് വാഷ് ചെയ്ത് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം, ഞാനിവിടെ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും വേണ്ട, ഗ്രേവി അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത്രയും ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാം. എത്ര ഈസിയാന്ന് നോക്കൂ. ആവശ്യാനുസരണം ഉപ്പ് നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ലിഡ് ക്ലോസ് ചെയ്യുക. 5 മിനിറ്റ്സ് ഇത് വെക്കുക. മീഡിയം ഫ്ലെയിം മതി കേട്ടോ. 3 to 5 മിനിറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രഷർ കുക്കറാണേ. അപ്പോൾ എന്നാലും മാക്സിമം ഒരു 5 മിനിറ്റ്സേ എടുക്കുള്ളൂ. ഇത്ര ഈസി അല്ലേ? 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യുക, ലിഡ് ഓപ്പൺ ചെയ്യുക. കണ്ടോ, റെഡി. ചിക്കൻ സ്റ്റൂ റെഡി. 5 മിനിറ്റ്സേ എടുത്തിട്ടുള്ളൂ. സൂപ്പർ ചിക്കൻ സ്റ്റൂ റെഡി. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. വലിയവർക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്കത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ ഇത് കഴിക്കാൻ പറ്റും. ഇതെല്ലാത്തിൻ്റെ കൂടെയും ഓക്കെയാണ്. എത്ര ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെന്ന് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒപ്പീനിയൻ എഴുതുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൽ ബെൽ ബട്ടൺ ഓൺ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസ് ലഭ്യമാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബാവ്യൂസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ടിൽ ദെൻ, ബൈ ഫ്രം ബാവ്യൂസ്.